പച്ചക്കറിയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മളുടെ തക്കാളി. തക്കാളി വേടിച്ചു വെച്ചാലോ പെട്ടെന്ന് ചീത്തായി പോകാനും സാധ്യതയുള്ള ഒരു സാധനമാണ്. ഇത് നമ്മൾ പല രീതിയിൽ നോക്കിയിട്ടുണ്ട് ഇതെങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന്. 100% നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇത് വർഷങ്ങളായാൽ കൂടി ഇത് ചീത്താകാതെ സൂക്ഷിക്കാൻ പറ്റിയ, വയറ്റാതെ ഉണക്കാതെ പൊടിക്കാതെ ഒറ്റ മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ടിപ്പാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ആര് സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. നല്ല നല്ല ടിപ്സുകൾ, നമ്മൾ അടുക്കളയിലെ ജോലികൾ വളരെ എളുപ്പമാക്കുന്ന നല്ല നല്ല ടിപ്സുകൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക കേട്ടോ. നമ്മളുടെ സ്ത്രീകൾ എത്ര പെട്ടെന്ന് പണി തീർക്കുന്നു അത്രയും നമുക്ക് റെസ്റ്റ് കിട്ടും അല്ലേ. അപ്പൊ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെയുള്ള ഇരുമ്പ് തവ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പക്ഷെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തെ ഇതിന്റെ സൈഡിൽ ഇതുപോലെ ഒരു കറ പോലെ പിടിക്കും. നമ്മൾ എത്ര തേച്ച് കഴുകിയാലും അത് പോവില്ല അല്ലേ. അപ്പൊ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ കറ എങ്ങനെ കളഞ്ഞെടുക്കാൻ നോക്കാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ ഏതൊരു പേസ്റ്റ് ആണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി. വൈറ്റ് പേസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റ് ആണോ, വൈറ്റ് പേസ്റ്റ് ആണെങ്കിൽ ഇത്തിരി കൂടി എഫക്റ്റ് ആണ്. എന്നാലും നമ്മൾ ഏതൊരു പേസ്റ്റ് ആണോ ഉപയോഗിക്കുന്നത്, ഇനി നമുക്ക് അതിനായിട്ട് പേസ്റ്റ് പോയി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഏത് പേസ്റ്റ് വേണമെങ്കിലും എടുത്തോളൂ. അത് ഇതുപോലെ ഒരു കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേലിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഈ ഒരു മരുന്നിന്റെ കവറില്ലേ, നമ്മളിത് വെറുതെ വലിച്ചെറിഞ്ഞ് കളയലാണ് അല്ലേ. നമ്മൾ ഇത് സ്ക്രബ്ബറിനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് ഇതുപോലുള്ള പാത്രങ്ങൾ കഴുകാനായിട്ട് ഈ ഒരു കവർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത് ഇതിന് മാത്രമല്ല പല കാര്യങ്ങൾക്ക് ഈ ഒരു കവർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിലേക്ക് അരമുറി നാരങ്ങ, അത് നമ്മളിപ്പം കളയാൻ വെച്ചേക്കുന്ന നാരങ്ങ ആണെങ്കിലും യാതൊരു കുഴപ്പമില്ല. അതിൻ്റെ ചാറ് അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. വിനാഗിരിനേക്കാൾ ഇത്തിരി കൂടെ എഫക്റ്റ് നാരങ്ങയാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ എല്ലായിടത്തും ഈവനായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഉരച്ചു കൊടുക്കുക. ഒരു 2 മിനിറ്റ് നല്ല രീതിയിൽ എല്ലായിടത്തും പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഉരച്ചു കൊടുക്കുക. ഈ സ്ക്രബ്ബറിനേക്കാളും നല്ല എഫക്റ്റീവായിട്ട് ഈ ഒരു കവർ കൊണ്ട് കഴുകുമ്പോൾ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കുറേ സമയമൊന്നും നമ്മളിത് ഉരക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഷാർപ്നെസ് കൊണ്ട് ആ സൈഡിൽ പിടിച്ചേക്കുന്ന കറകൾ മൊത്തം, അതിപ്പോൾ നമ്മളുടെ കരി പിടിച്ച പാത്രങ്ങളാണെങ്കിലും അടി പിടിച്ച പാത്രങ്ങളാണെങ്കിലും ഈ ഒരു കവർ കൊണ്ട് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീനായി കിട്ടും കേട്ടോ. വളരെ വളരെ എളുപ്പത്തിൽ ക്ലീനായി കിട്ടാനായിട്ട് സഹായിക്കും. ഇതൊന്ന് ഞാൻ കഴുകി കാണിച്ചതാണ് കേട്ടോ. കണ്ടില്ല, ആ സൈഡിൽ പിടിച്ചിരുന്ന എല്ലാ കറകളും പോയിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ പിടിയുടെ സൈഡിലുണ്ടായിരുന്ന അത്രയും കറ ചുറ്റിനും ഉണ്ടായിരുന്നു. കണ്ടില്ലേ ആ പിടിയുടെ സൈഡിൽ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തായിട്ട് വെക്കേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സോസ് കൊണ്ടുള്ള കളിയാണ്. എന്തുണ്ടാക്കി കൊടുത്താലും കുട്ടികൾക്ക് സോസ് വേണം. അപ്പോൾ സോസ് നിലത്ത് വീണാൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തുടച്ചെടുക്കാമെന്ന് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ A4 സൈസ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാനാണ്. നമ്മൾ കളയാൻ വച്ചേക്കുന്ന ഏതൊരു പേപ്പർ ആണെങ്കിലും എടുത്താൽ മതി. നമുക്ക് പിന്നെ വേണ്ടത് ഇതുപോലൊരു ബോർഡാണ് കേട്ടോ. ഇപ്പോൾ എക്സാം ബോർഡോ എന്താണെങ്കിലും എടുത്താൽ മതി. ഇതുപോലെ ഒരു ബോർഡ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്ത് താഴെ പിടിക്കണം. എന്നിട്ട് ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ആ സോസ് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് കളയുന്ന പേപ്പർ ആണെങ്കിലും മതി. ഇപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ A4 സൈസ് എടുത്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ അതെ, ഇതുപോലെ നിങ്ങൾ വിചാരിക്കും ഞാൻ ആ ഒരു ഭംഗിക്ക് ഇട്ടുകൊണ്ടാണ് അത് പോയതെന്ന്. ഇല്ല, സ്പ്രെഡ് ചെയ്ത് നിലത്ത് മൊത്തമായി കിടന്നാൽ കൂടി ഇതുപോലെ നമുക്ക് തുണിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം തുടച്ചെടുക്കണം. ഇത് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ വീണൊരു പാട് പോലും ഉണ്ടാവില്ല, തുടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കണ്ടില്ലേ, ഒരു തരി പോലും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ഇടാം കേട്ടോ. ഈ ഒരു സൂത്രം നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കും. അവരും ക്ലീനിങ്ങിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നോട്ട് വരുന്നതാണ്. നമ്മളും കുട്ടികളെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ജോലികൾ വളരെ കുറവാക്കി എടുക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ഇതുപോലെ നമ്മളുടെ ഡ്രസ്സിന്റെ വള്ളികളൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പാവാട അല്ലെങ്കിൽ പാൻറ്റിന്റെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെ വരുന്നത് അല്ലേ. അപ്പൊ ഇതുപോലൊരു നല്ല ഒരു പേന എടുക്കുക. എന്നിട്ട് ഏത് ഭാഗത്താണോ അത് സ്റ്റെക്കായി നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ട്
എടുത്തിട്ട് ആ ഒരു മൊന കൊണ്ട് ആ ഒരു എന്താ പറയാ ഷാർപ്പായിട്ടുള്ള ആ മൊന കൊണ്ട് ആ ഒരു തുണിയിൽ നല്ല പോലെ പ്രസ് ചെയ്യുക. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് കയറും, പതിയെ വലിച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ അത് നല്ല പോലെ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ആ പേന കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അത് വർക്കാവില്ല. ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അടുത്തതായിട്ട് നമ്മളുടെ തുണികൾ അലക്കുമ്പം വാഷിംഗ് മെഷീനിൽ നിന്നല്ല, കല്ലിലാണെങ്കിൽ നമ്മൾ കുറേ അലക്കി കഴിയുമ്പോൾ അത് അതിൻ്റെ കളർ ഒരു ബ്രൈറ്റ്നെസ് ഫെയ്ഡായി പോകും അല്ലേ. അതിനൊരു അടിപൊളി വിദ്യയാണ് കേട്ടോ. ഈ സോപ്പ് പൊടിയിൽ 1 ടേബിൾ സ്പൂൺ, ഇപ്പം ഇത്രയും സോപ്പ് പൊടിയിൽ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡർ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മളിപ്പം വെള്ള വസ്ത്രങ്ങളാണെങ്കിലും അതുപോലെ കളർ ഡ്രസ്സാണെങ്കിലും അതിൻ്റെ ഒരു കളർ നിലനിർത്താനായിട്ട്, വെള്ളയാണെങ്കിൽ അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്, ഇപ്പം പല കളേഴ്സിൻ്റെ ഡ്രസ്സാണെങ്കിലും അതൊരു ഫെയ്ഡായി പോകാതിരിക്കാനായിട്ട് വളരെയധികം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ അലക്കുന്ന സമയത്ത് നമ്മൾ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ അലക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പൗഡർ പാക്കറ്റിൽ നിന്ന് നമ്മൾ ഒരു ഡബ്ബയിലേക്ക് ആക്കുമ്പോൾ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അതല്ല നിങ്ങൾ ലിക്വിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ എത്രയാണോ തുണി അത്രയും നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കാം. നമ്മളെ തുണിയുടെ ഈടും നിൽക്കും, അതുപോലെ ആ ബ്രൈറ്റ്നെസ്സും പോവില്ല. അടുത്തതായിട്ട് നമ്മൾ തക്കാളി എങ്ങനെ കേടുകൂടാതെ നല്ല രീതിയിൽ സൂക്ഷിച്ച് എടുത്ത് വെക്കാമെന്ന് നോക്കട്ടെ. നമ്മൾ എപ്പോഴും പച്ചക്കറികൾ ഇപ്പം നമ്മൾ വിനാഗിരിയിൽ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി തുടച്ചെടുക്കുക. അത് തന്നെ നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വിഷാംശമൊക്കെ കളഞ്ഞെടുക്കണം. നല്ലതുപോലെ തുടച്ചെടുക്കണം. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ കഴുകി തുടച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അരിഞ്ഞു വെക്കേണ്ടത്, ഞാനിപ്പോൾ ഇങ്ങനെയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് നടുവിനെ കൂടി ഒരു തക്കാളി 4 പീസായിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ 2 പീസായിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് കാലങ്ങളായാലും ഇത് ചീത്താവില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ഏതൊരു പാത്രം നിങ്ങൾ എടുത്താലും മതി കേട്ടോ. ഇതുപോലെ നീളനായിട്ടുള്ള ഒരു പാത്രമാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി കൂടുതൽ ക്വാണ്ടിറ്റി വെക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് ലെവലിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. തക്കാളി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ വെക്കുന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലത് കേട്ടോ. 4 പീസാക്കുന്നതിനേക്കാളും ഇതുപോലെ ഇത്തിരി വലുപ്പത്തിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കത് ഇതാക്കി കിട്ടും. ഇതിപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് നമ്മളുടെ ഫ്രിഡ്ജിന്റെ താഴെ വെക്കാം, കുറച്ച് ഇങ്ങനെ വെക്കാം. അപ്പൊ ആ ഒരു പാത്രത്തിൽ ഒരു ലെവൽ കുത്തി നിറച്ച് അമുക്കി ഒന്നും വെക്കാൻ പാടില്ല. ഇതുപോലെ വിട്ട് വിട്ട് കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ അമർത്തിയൊന്നും വെക്കാൻ പാടില്ല. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. ഈ 2 ബോക്സും ഞാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതൊന്നെടുത്ത് നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്യണം. നല്ലതുപോലെ എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് എടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് എടുക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അതിപ്പോൾ നമ്മൾ തക്കാളി എന്നല്ല, നമ്മൾ എന്തൊരു ഇപ്പം മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇതുപോലെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്ത് ഇതുപോലെ വിട്ട് വിട്ട് കിട്ടും. കണ്ടില്ലേ, ഒന്നും ഒന്നിനോട് പിടിക്കില്ല, ഒട്ടിപ്പിടിക്കില്ല. നല്ലതുപോലെ തന്നെ വിട്ട് വിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യത്തിന് ഒരു 5 മിനിറ്റ് മുമ്പ്, ഇപ്പൊ എന്ത് കറി വെക്കണമെങ്കിലും ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ ഇത് എടുത്ത് വെക്കുക. കുറേ നേരം നമ്മൾ ഇത് പുറത്തേക്ക് എടുത്ത് വെക്കരുത് കേട്ടോ. 5 മിനിറ്റ് മുമ്പ് എടുത്ത് വെച്ച് കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കറിയിലിട്ട് മിക്സ് ചെയ്യുമ്പോഴൊക്കെ നല്ല പെട്ടെന്ന് സ്മാഷായി കിട്ടും. കുറേ സമയം അതിരുന്ന് കഴിഞ്ഞാൽ ഒരു വളവളാന്നായി പോകും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് മുമ്പ് മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഫ്രീസറിന് പുറത്ത് വെക്കുക, എന്നിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഫ്രഷ് തക്കാളി ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിങ്ങനെ വെച്ചൊരു തക്കാളി കൊണ്ട് കറി വെച്ചോ അങ്ങനെയൊന്നും വരില്ല. നല്ല ഫ്രഷ് തക്കാളി കൊണ്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുറേ നേരം മുമ്പ് എടുത്ത് വെച്ച് ഒരിക്കലും ചെയ്യരുത്. 5 മിനിറ്റ് മുമ്പ് മാത്രം നിങ്ങളിത് പുറത്ത് വെക്കുക. എന്നിട്ട് ഐസ് പൂർണ്ണമായിട്ട് പോകുന്ന
പോകുന്നതിന് മുമ്പ് തന്നെ കഷ്ണിച്ച് നമ്മൾ കറിയിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇത് കണ്ടില്ലേ, ആ ഒരു ടെക്നിക്ക് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ തക്കാളികളും വിട്ട് കിടക്കുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഓരോ ടിപ്സും നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.